ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ദേവപാർവതി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ആര്യ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് നമ്മൾ ഹോം ടൂറൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? പല രീതിയിലുള്ള ഹോം ടൂറുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ചെറിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോം ടൂറിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു ടൂർ കണ്ടാലും നമുക്ക് ചെറിയൊരു സംഭവം കേട്ടോ. നമ്മുടെ സ്വർഗ്ഗമാണ്, നമുക്കത് സ്വർഗം തന്നെയാണ് കേട്ടോ. ചെറുതാണെങ്കിലും നമ്മുടെ സ്വർഗ്ഗമാണ്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ എല്ലാവർക്കും താല്പര്യമാണെങ്കിലേ എൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ പോന്നോളൂ കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഷോപ്പ് ഇരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ വാഴത്തോപ്പ് പഞ്ചായത്തിൽ ഭൂമിയാങ്കുളം പള്ളിക്കടുത്തുള്ള ആദി സ്റ്റോഴ്സാണ് കേട്ടോ. ഇതാണ്. അപ്പോൾ നമ്മുടെ ഇത് മെയിനായിട്ടുള്ള വഴിയാണ് പോകുന്നത്. ഇത് നമ്മുടെ മണിയാറൻകുടിക്ക് പോകുന്ന വഴി. ഇത് നമ്മൾ ഭൂമിയംകുളത്ത് നിന്ന് ചെറുതോണിയിൽ നിന്ന് കയറി വന്ന് ഭൂമിയംകുളത്തിന് ലേക്ക് കയറി വരുന്ന വഴിയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മേളിലേക്ക് പോയി കഴിയുമ്പോൾ മണിയാറൻകുടിക്ക് പോകാവേ. പിന്നെ നമ്മുടെ വീട് അതാണ് കേട്ടോ. വീടിനോട് അടുത്ത് തന്നെയാണ് നമ്മുടെ കടയൊക്കെ ഉള്ളത്. ഇപ്പോൾ വഴിക്ക് തന്നെ ഇതാ ആദി സ്റ്റോഴ്സ് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. പലചരക്ക്, പാല്, തൈര്, ഐസ്ക്രീം, അങ്ങനെയുള്ള കുറച്ച് നാരങ്ങാവെള്ള, സ്റ്റേഷനറി ഐറ്റംസ് ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ നമ്മുടെ കടയിൽ മെയിനായിട്ടുള്ളത്. അപ്പം അകത്തേക്കിങ്ങ് പോയാലോ? അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കട. ഇവിടെ കയറി വരുന്ന വഴിക്ക് തന്നെ ഞാലിപ്പൂവൻ പഴവും അതുപോലെ ഏത്തപ്പഴവും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതലുണ്ടായിരുന്നതായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടേ ഇത്തിരി കുറവാണ് കേട്ടോ അങ്ങനെ പോക്ക്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ നമ്മൾ എടുത്ത് വയ്ക്കാറുള്ള. നേരത്തെ ആകുമ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെ തൂക്കിയിടാനായിട്ട് ഇനിയും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ തൂക്കിയിടുന്നതായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് പോകുന്നില്ല കേട്ടോ. അതുകൊണ്ടേ ഒത്തിരി അങ്ങ് എടുത്ത് വയ്ക്കുന്നില്ല. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ നാരങ്ങ വെള്ളത്തിനുള്ളതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാട്ടോ നാരങ്ങ വെള്ളമൊക്കെ കൊടുക്കാറ്. ഫ്രണ്ടിൽ തന്നെ കേട്ടോ, നമുക്ക് കാണാൻ പാകത്തിന് ഫ്രണ്ടിൽ തന്നെ ഒരു ഡെസ്ക് ഇട്ടിട്ട് അവിടെ വെച്ചേക്കാണ് കേട്ടോ നാരങ്ങ വെള്ളം എടുത്ത് കൊടുക്കാനായിട്ടുള്ള സോഡ കുപ്പി അങ്ങനെയൊക്കെയുള്ള വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു വരാന്ത പോലെയാണ് കടയുടെ ഫ്രണ്ടിലായിട്ടൊരു വരാന്ത പോലെ ചെറിയൊരു തിണ്ണ. അവിടെയാണ് കേട്ടോ നമ്മൾ ഈ നാരങ്ങ വെള്ളത്തിൻ്റെ ഡെസ്കും പിന്നെ അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു ത്രാസ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം വെയിറ്റ് കൂടിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തൂക്കാനായിട്ടാണ് കേട്ടോ പുറത്തു നിന്ന് കൊണ്ടുവരുന്നോ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ 50 കിലോ 100 കിലോ അങ്ങനെയൊക്കെ തൂക്കാൻ പാകത്തിനുള്ള ത്രാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പലചരക്ക് സാധനങ്ങൾ വേണ്ടതൊക്കെയാണ് കേട്ടോ. വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ആ തിണ്ണയിൽ തന്നെ ഇങ്ങനെ ഒരു ബോക്സിനകത്താക്കി വെച്ചേക്കാണ്. തേങ്ങ, സവോള, ഉള്ളി അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് ചെമ്മീൻ്റെ പാക്കറ്റില്ലേ, അത് കാണാൻ പാകത്തിന് തന്നെ ഫ്രണ്ടിൽ തന്നെ അതിനകത്ത് ഒരു സൈഡിലായിട്ട് അതും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, അതുപോലെ ഇത് മഴക്കോട്ടാണ് കേട്ടോ. വഴക്കോട്ടുണ്ട്. അങ്ങനെ ഇത് കാണാൻ പാകത്തിന് എടുക്കാൻ പാകത്തിനും ഒക്കെ ആയിട്ട് നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് തന്നെ ഒരു ചെറിയ വള്ളി ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ തൂക്കിയിട്ടേക്കാണ് കേട്ടോ. ഇത് മഴക്കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ചെക്ക് കാപ്പിയുടെ പൊടി. നല്ലതല്ലേ കുടിക്കാനായിട്ട്. അങ്ങനെ അതും നമ്മളിങ്ങനെ എടുക്കാൻ എളുപ്പത്തിന് ഇവിടെ ഇങ്ങനെ സൈഡിൽ തന്നെ തൂക്കിയിട്ടിട്ടുണ്ട്. പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ, അതായത് തിണ്ണയിൽ നിന്നൊക്കെ കയറി ഉള്ളിലേക്ക് കയറുന്ന സ്ഥലത്ത് ഷട്ടറിൻ്റെയൊക്കെ ഭാഗത്തായിട്ട് നമ്മൾ ഒരു കമ്പിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അതിൽ തൂക്കിയിട്ടേക്കാണ് കേട്ടോ പാമ്പേഴ്സ്. പിന്നെ അങ്ങനെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ബൂസ്റ്റ്, ഹോർലിക്സ്, ടാങ്ക്, ബ്രൂവ്, പിന്നെ പാൽപ്പൊടി, അങ്ങനെ ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പാകത്തിന് അങ്ങനെയെല്ലാം തൂക്കിയിട്ടേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ പതിയെ നമ്മൾ കടയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഫൈബറിൻ്റെ ഇത് കൊണ്ടിട്ട് നല്ല കളറിങ് ആയിട്ട് ഒരു അലമാര പോലെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ക്യാഷ് കൗണ്ടറോട് കൂടിയിട്ടെല്ലാം സെറ്റ് ചെയ്തേക്കാണ്. അവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ ഐറ്റംസൊക്കെ
വെച്ചേക്കുന്നത്. ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ താഴെ ഒരു ലെയറിൽ അച്ചാർ, പിന്നെ ലേഡീസിന് വേണ്ടുന്ന ഐറ്റംസ് അങ്ങനെയൊക്കെ വെച്ചേക്കാണ് കേട്ടോ. പിന്നെ കൂടുതലും ഈ ഒരു ലെയറിൽ ഇരിക്കുന്നത് ബിസ്ക്കറ്റിൻ്റെ ഐറ്റംസ് തന്നെയാണ്. പലതരത്തിലുള്ള ബിസ്ക്കറ്റുകളാണ്. പിന്നെ ഇതാ ഏറ്റവും മുകളിലത്തെ ലെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവനും നമ്മൾ മിഠായിയുടെ ടിന്നുകളാണ് വെച്ചേക്കുന്നത്. കുട്ടികൾക്കും പിന്നെ പ്രായമായവർക്കും ഒക്കെ കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. നമ്മൾ ഇടത്തരക്കാർക്ക് അത്രയും പിടുത്തമില്ലാത്തൊരു ഐറ്റമാണ് കേട്ടോ മിഠായി എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും നമ്മൾ കൂടുതലായിട്ടും കുട്ടികളും അല്ലെങ്കിൽ ഒരുപാട് പ്രായമായവരൊക്കെ കേട്ടോ ഇതൊന്ന് കൂടുതലായിട്ട് വാങ്ങിക്കാറേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അതെല്ലാം എന്താ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് എടുക്കാൻ പാകത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക്, നമുക്ക് ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് കേട്ടോ. നമുക്ക് നല്ലൊരു മസാല ബിസ്ക്കറ്റ് ഉണ്ട്. കടലമുട്ടായി ഒക്കെ നമ്മൾ ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കിനും കൂടുതലും നമ്മൾ ബേക്കറിയാണ് കേട്ടോ ഇങ്ങനെ അടുക്കി വെക്കുന്നത്. ബേക്കറി പലഹാരങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ളതാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ ഏതാണ് ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്കിവിടെ വരുന്നതനുസരിച്ച് നമ്മൾ ബേക്കറി എടുത്ത് വയ്ക്കാറുണ്ടേ. അതിങ്ങനെ ഫ്രണ്ടിൽ തന്നെ അടുക്കി വെച്ചിട്ടുണ്ട്. ലഡുവൊക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ. പിന്നെ ഷുഗറുള്ളവർക്ക് അധികം അങ്ങനെ കഴിക്കാൻ കൊള്ളില്ല. എങ്കിലും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കും നമ്മളെല്ലാവരും തന്നെ. അങ്ങനെ ഇതാ ബേക്കറിയുടെ ഐറ്റംസൊക്കെ അടുക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയാണെങ്കിലും നമ്മൾ അടുക്കിയേക്കുന്നത് ബിസ്ക്കറ്റുകളുണ്ട്. ബിസ്ക്കറ്റുകൾ അങ്ങനെ അടുക്കി വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ് തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ളതുണ്ടല്ലോ, ഇഷ്ടംപോലെയുണ്ട്. ബിസ്ക്കറ്റിൻ്റെ കമ്പനി ഓരോരോ ബിസ്ക്കറ്റുകളും പുതിയതായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ ഇങ്ങനെ ഇതാ എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ കേട്ടോ. കാണാൻ പാകത്തിന് തന്നെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാതുക്കെ തന്നെ ഉണ്ടല്ലോ ഒരു സൈഡിലായിട്ട് അരിയുടെ ചാക്കാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഏകദേശം അരിയൊക്കെ തന്നെ തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുമ്പോൾ എടുക്കണം കേട്ടോ. അപ്പോൾ വണ്ടിക്കാർ നമുക്ക് ഓർഡർ എടുത്തിട്ട് ഇവിടെ കൊണ്ട് തന്നോളും. ആയിട്ടൊരു ഡെസ്ക് ഇട്ടിട്ട് അതിൽ നമ്മളൊരു ചെറിയ ത്രാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചിലതൊക്കെ തൂക്കി കൊടുക്കാനായിട്ടുള്ളതൊക്കെ, ചെറിയ ഐറ്റംസൊക്കെ തൂക്കി കൊടുക്കാനായിട്ടുള്ളതാട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ ചില്ലറ സാധനങ്ങളൊക്കെ റവ, പഞ്ചസാര അങ്ങനെയൊക്കെ തൂക്കി കൊടുക്കുമല്ലോ, അങ്ങനെയൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. അതിനൊക്കെ ആയിട്ട് നമ്മൾ തൂക്കാനായിട്ട് വെച്ചേക്കുന്നത്. ഉള്ളി, സവോളയൊക്കെ തൂക്കി കൊടുക്കുമല്ലോ, അങ്ങനെ വെച്ചേക്കുന്ന ഒരു ത്രാസാണ്. അതിനായിട്ട് വെച്ചേക്കുന്ന ത്രാസാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ നമ്മൾ ആ ഡെസ്കിൽ തന്നെ മുട്ടയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നാടൻ മുട്ടയുണ്ട്. നാടൻ മുട്ട നമ്മൾക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്ന മുട്ട കേട്ടോ. നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് തന്നെ കൊണ്ട് തരുന്നതാണ്. വീടുകളിൽ നിന്ന് കൊണ്ട് തരുന്ന മുട്ട, നല്ല നാടൻ മുട്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സാദാ വെള്ള മുട്ടയുണ്ട്. അങ്ങനെ അതും ഇവിടെ ഈ ഡെസ്കിൽ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചായക്ക് കഴിക്കാൻ പാകത്തിനുള്ള റസ്ക് അങ്ങനെ നല്ല മുരിഞ്ഞ റസ്ക്കൊക്കെയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള റസ്ക്കാണ്. അതിങ്ങനെ നമ്മൾ കവറിനകത്തിട്ട് ഇങ്ങനെ തൂക്കി മേടിച്ചുകൊണ്ട് വെച്ചേക്കാണ്. ചോദിക്കുന്നതനുസരിച്ച് നമുക്കങ്ങനെ തൂക്കി കൊടുത്തു വിടും. അപ്പോൾ റസ്ക്കും വെച്ചിട്ടുണ്ട്. നമ്മൾ മിഠായിയൊക്കെ വയ്ക്കുന്നതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ നമ്മൾ വിളക്ക് വയ്ക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗുരുസ്വാമിയുടെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാം തൂക്കിയിട്ടേക്കാണ് കേട്ടോ. ബാറ്ററി അങ്ങനെ ഇതെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് അകത്തിങ്ങനെ അലമാരി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഓർഡറിൽ ഓരോ സൈഡിലായിട്ട് വെക്കാൻ പാകത്തിന് നമ്മളിതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഏറ്റവും മുകളിലത്തെ ലെയറിൽ നമ്മൾ അങ്ങനെ പെട്ടെന്ന് മേടിക്കില്ലാത്ത, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോക്കില്ലാത്ത സാധനങ്ങളൊക്കെ ആട്ടോ വെച്ചേക്കുന്നത്. അങ്ങനെ വെച്ചേക്കുന്നത് വലിയ എണ്ണ, അതുപോലെ വിളക്കെണ്ണ വലുത്, വിനാഗിരി, ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും മാത്രം പോകുന്ന സാധനങ്ങളാണല്ലോ. എന്നും വന്നങ്ങനെ മേടിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ മേലത്തെ ലെയറിലാണ് വെച്ചേക്കുന്നത്. പിന്നെ പശയുണ്ട്, പശ വെച്ചിട്ടുണ്ട്, തുണി മുക്കുന്ന പശ, അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് മുകളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ, ഡിസ്പോ സൈസ് പാത്രങ്ങൾ, ഗ്ലാസ് അങ്ങനെയൊക്കെയുള്ളതൊക്കെയാണ് കേട്ടോ വെച്ചേക്കുന്നത്.
പിന്നെ രണ്ടാമത്തെ ലെയറിൽ നമുക്ക് കൈയെത്താൻ പാകത്തിന് തന്നെയാണ് കേട്ടോ, കൈയെത്തുന്ന രീതിയിലാണ് തയ്യാറാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അരയുടെ വെളിച്ചെണ്ണ, പിന്നെ ചായപ്പൊടി, പിന്നെ ജാം, ബ്രെഡ് ഉണ്ടെങ്കിൽ പിന്നെ പറയാനല്ല, ജാമിന് അത്രയും അത്യാവശ്യക്കാർ ഉണ്ടാവൂലേ, ജാം, പിന്നെ നല്ലെണ്ണ, അച്ചാറൊക്കെ ഇടുന്ന സമയത്ത് ഏറ്റവും പോകുന്ന എണ്ണ കേട്ടോ നല്ലെണ്ണ. പിന്നെ നല്ലെണ്ണയുണ്ട്, വിളക്കെണ്ണയുണ്ട്, പിന്നെ നല്ലെണ്ണയുടെ വലുത്, സോസുകൾ, അങ്ങനെയൊക്കെ കേട്ടോ വെച്ചേക്കുന്നത്, നെയ്യ്, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു ലെയറിൽ അങ്ങനെ പോയേക്കുന്നു. പിന്നെ നമ്മൾ ആ ലെയറിൽ തന്നെ നമ്മൾ കായപ്പൊടി, പിന്നെ അവല്, പിന്നെ നമ്മൾ ഓരോ തരം തുണി മുക്കുന്ന ചെറിയ ചെറിയ ഐറ്റംസ് കേട്ടോ, ഈ നല്ല കംഫോർട്ട് പോലത്തെ മണമൊക്കെ വരുന്ന നല്ല സ്റ്റിഫാൻ ഷൈന് കംഫോർട്ട്, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് കേട്ടോ വെച്ചേക്കുന്നത്, തുണി മുക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾക്ക് ബൾബുകളുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബുക്കുകൾ, പിന്നെ പുസ്തകം പൊതിയുന്ന ഐറ്റംസ്, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ലെയർ. മൂന്നാമത്തെ ലെയറിലും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചായപ്പൊടി, പലതരത്തിലുള്ള ചായപ്പൊടികളാണ് കേട്ടോ, ഓരോ കമ്പനിക്കാരുടെ ചായപ്പൊടി. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ളത് തൂക്കിയൊക്കെ മേടിക്കുന്ന നമ്മുടെ കശുവണ്ടി പരിപ്പ്, മുന്തിരിങ്ങ, അങ്ങനെയൊക്കെയുള്ളത് വെച്ചിട്ടുണ്ട്. ചാപ്പൊടി, ബിരിയാണി കിറ്റ്, പിന്നെ മെയിനായിട്ടാണല്ലോ നമ്മൾ രാവിലെ തന്നെ നിത്യോപയോഗത്തിന് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് പേസ്റ്റുകൾ തന്നെ നമുക്ക് പല കമ്പനിയുടെ അല്ലേ ഉള്ളത്. അപ്പോൾ പിന്നെ അതെല്ലാം തന്നെ ഇങ്ങനെ ആ ഒരു ലെയറിൽ തന്നെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തൊട്ടടുത്തായിട്ട് ആ ഒരു ലെയറിൽ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇപ്പുറത്തെ വശത്തേക്കൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ആ ഒരു ലെയറിൽ വെച്ചേക്കുന്നത് പിന്നെ സോപ്പുകളാണ് കേട്ടോ. ലോറയുടെ സോപ്പ് വെച്ചിട്ടുണ്ട്, പ്രില്ല് വെച്ചിട്ടുണ്ട്, പിന്നെ ഹാൻഡ് വാഷുകൾ, പിന്നെ കുളി സോപ്പുകൾ, അങ്ങനെ നമ്മൾ പലതരത്തിലുള്ള കുളി സോപ്പുകളാണ് കേട്ടോ വെച്ചേക്കുന്നത്, എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിനും കുട്ടികൾക്കായിട്ടുള്ള, കുഞ്ഞു കുട്ടികൾക്കായുള്ള പെൻസില്, പിന്നെ പറയുകയാണെങ്കിൽ ക്രയോൺസൊക്കെ ആണെങ്കിലും കുട്ടികൾക്കായിട്ട് നല്ല രീതിയിലുള്ള ഒരു ക്രയോൺസ് ആട്ടോ. ഇതൊക്കെ കുട്ടികൾ കാണുമ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെടുമല്ലോ, ഒരു ടിന്നോടൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമാവില്ലേ. അങ്ങനെ ഇപ്പം ഇങ്ങനെ കേട്ടോ കൂടുതലായിട്ട് വരിക, നല്ല ക്രയോൺസ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു ലെയറിൽ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെയാണെങ്കിൽ പൊടികളുടെ ഐറ്റംസ് ആണ് കേട്ടോ കൂടുതൽ. അടുത്ത ലെയറിൽ വന്നേക്കുന്നത് നമുക്ക് പുട്ടുപൊടി, അതുപോലെ ചിക്കൻ്റെ ചെറിയ പൊടികളാട്ടോ വെച്ചേക്കുന്നത്. ചിക്കൻ പൊടിയുണ്ട്, കാപ്പിപ്പൊടിയുണ്ട്, അപ്പപ്പൊടിയുണ്ട്, ഇടിയപ്പപ്പൊടി, അതൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു ലെയറിൽ. പിന്നെ നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കി ഒരുപാട് ബുദ്ധിമുട്ടുന്നവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഇതൊന്നും കൊണ്ട് ഈ വേക്കുന്നൊന്ന് ചൂടാക്കിയൊക്കെ എടുത്താൽ നമുക്ക് പായസമാകും കേട്ടോ. സേമിയയുടെ പായസം മിക്സാണ് കേട്ടോ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ നമ്മൾ അടുത്തതായിട്ട് വെച്ചേക്കുന്ന ഞുറുക്ക് ഗോതമ്പ്, സൂചി ഗോതമ്പ്, പിന്നെ പരിപ്പ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ, പരിപ്പൊക്കെയാണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈയിടെ കിട്ടിയതാണ് കേട്ടോ, നമുക്ക് വിളക്ക്, അതുപോലെ ജനലിൻ്റെ ചില്ലകൾ, ഓട്ടുപാത്രങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയാക്കാൻ പാകത്തിനുള്ളൊരു നല്ല പൊടിയാണ്. പൊടിയും കൂടെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ലെയറിൽ നമ്മൾ വെച്ചേക്കുന്നത് പാം ഓയിലാണ് കേട്ടോ. പാം ഓയിൽ 1ൻ്റെ, അരയുടെ അങ്ങനെയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും നമ്മൾ കുറച്ച് പൊടികൾ അടുക്കിയിട്ടുണ്ട് കേട്ടോ, മുളക് പൊടിയായിട്ട്. പിന്നെ കടലയുടെ പാക്കറ്റ്, മുളക് പൊടി തന്നെ 2-3 കമ്പനിക്കാരുടെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, ഗോൾഡ് വിന്നർ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് കേട്ടോ വെച്ചേക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് കൈ എത്താൻ പാകത്തിന് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് ഉള്ള ലെയറിൽ ആട്ടോ ഇതൊക്കെ വെച്ചേക്കുന്നത്. ഗ്രീൻ ബീൻസ്, അത് അങ്ങനെയൊക്കെ വെച്ചേക്കുന്നു. പിന്നെ റവയുടെ പാക്കറ്റായിട്ടുള്ളത് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്തത് പൊൻകതിർ പുട്ടുപൊടി, അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ലെയറിൽ നമ്മൾ പഞ്ചസാര അടുക്കിയിട്ടുണ്ട്. അതുപോലെ പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് കോൺഫ്ലവറിൻ്റെ ഒരു പൊടിയുണ്ട്. പിന്നെ പായസപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, വൻപയർ, അങ്ങനെയൊക്കെ അടുക്കിയിട്ടുണ്ട്.
കടല, അതൊക്കെയാണ് കേട്ടോ നമ്മൾ ആ ഒരു ലെയറിലായിട്ട് വെച്ചേക്കുന്നത്. ആ ലെയറിൻ്റെ ഒരു സൈഡിൽ തന്നെ നമ്മൾ ഇപ്പുറത്തെ വശത്തേക്ക് വരുമ്പോൾ അവിടെ തന്നെ വെച്ചേക്കുന്നത് പൊടികളാണ് കേട്ടോ. പിന്നെയൊക്കെ നമുക്ക് വാഷ് ചെയ്യുന്ന ഓരോരോ പൗഡറുകളാണ് കേട്ടോ. നമുക്ക് ഉജാലയുടെ സോപ്പ് പൊടി, അരയുടെ ഒന്നിൻ്റെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഹാർപ്പിക്ക് പിന്നെ ഇത് ലേഡീസിൻ്റെ ഫ്രണ്ടിലും കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും നമ്മൾ കുറച്ച് അടുക്കിയിട്ടുണ്ട് കേട്ടോ. കോഫി സ്റ്റേ ഫ്രീക്കാണ്, അതൊക്കെ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത അതിനോട് ചേർന്ന് തന്നെ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത് എക്സോ 10 മുതൽ റേറ്റ് കൂടിയത് ഇങ്ങനെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് അമൃതാഞ്ചൻ ഇരിപ്പുണ്ട്. പിന്നെ പണിച്ചരട്, ഈ പണിയൊക്കെ ചെയ്യുന്നിടത്ത് വലിച്ചു കെട്ടാൻ ഉപയോഗിക്കുന്ന വള്ളിയില്ലേ, അതാണ് കേട്ടോ ഇത്. തൊട്ടടുത്ത് തന്നെ വെച്ചേക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ ഡെറ്റോൾ വെച്ചിട്ടുണ്ട്. പിന്നെ സോപ്പ് പല റേറ്റിൻ്റെ ഇങ്ങനെ തുടങ്ങി വെച്ചേക്കാണ് കേട്ടോ. വാഷ് ചെയ്യുന്നതാണ്, തുണിയൊക്കെ വാഷ് ചെയ്യുന്ന സോപ്പുകളാണ് കേട്ടോ. അതിങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട്. അതൊക്കെ അല്ലേ അങ്ങനെ ആ ഒരു ലെയറിൽ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തെ ലെയറിൽ നമ്മൾ വെച്ചേക്കുന്ന മെഴുകുതിരിയാണ് കേട്ടോ. മെഴുകുതിരി ഇങ്ങനെ പാക്കറ്റിനകത്തുള്ളത് പല റേറ്റ് തൊട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ തൂക്കിയുള്ളത് കൊണ്ട് കേട്ടോ. അതിനോട് ചേർത്ത് തന്നെ നമ്മൾ തുണി അലക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷില്ലേ, നമുക്ക് ഷർട്ടിൻ്റെ കോളറ്, പാൻറ്റിൻ്റെ താഴ്ഭാഗം അങ്ങനെയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷാണ് കേട്ടോ. തുണി വാഷ് ചെയ്യുന്ന ബ്രഷാണ്. പിന്നെ അതുപോലെ തന്നെ കാറ്റത്തും മഴയത്തും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം അല്ലേ, ക്ലിപ്പുകൾ. അതുമെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലമൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ള സൗകര്യത്തിൽ ഒരു സൈഡിലായിട്ട് നമ്മളൊരു ഡബിൾ ഡോറിൻ്റെ ഒരു ഫ്രിഡ്ജും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും കൂടി ഇരിപ്പുണ്ട്. ഐസ്ക്രീം, ജ്യൂസുകൾ, പാല്, തൈര് അങ്ങനെയൊക്കെ ആട്ടോ ഇതിനകത്ത് നമ്മൾ വെച്ചേക്കുന്നത്. അങ്ങനെ അതും കൂടി ഒരു സൈഡിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ, കടയുടെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഒരു കമ്പിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൈ മാലയായിട്ടുള്ള ഐറ്റംസൊക്കെ തൂക്കിയിടാനായിട്ടേ അങ്ങനെ ഒരു കമ്പി ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ ഉലുവ, കടുക്, മുളക് പൊടി, ജീരകം, പിന്നെ മുളക് പൊടി തന്നെ നമുക്ക് പല വിഭാഗത്തിൻ്റെ കമ്പനിയുടെയൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരുത്തരുടെ അങ്ങനെ തൂക്കിയിട്ടേക്കുന്നതാണ്. തേയിലപ്പൊടിയുണ്ട്, തേയിലപ്പൊടി, മഞ്ഞൾപ്പൊടി, കാപ്പിപ്പൊടി, പിന്നെ അച്ചാറുപൊടി, മീറ്റ് മസാല, ചിക്കൻ മസാലയൊക്കെ നമ്മുടെ മെയിനായിട്ട് ഉള്ള വിഭവമായിരിക്കുമല്ലോ. അതൊക്കെ അങ്ങനെ എല്ലാം പെട്ടെന്ന് തന്നെ എടുത്ത് വന്ന് ചോദിക്കാൻ പാകത്തിന് ഇപ്പോൾ ആൾക്കാർക്ക് എടുക്കാൻ പാകത്തിനായിട്ടോ വെച്ചേക്കുന്നത്. അങ്ങനെ പാകത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആകാശമണിപ്പൊടി, പിന്നെ പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ടുള്ള ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ കർപ്പൂരം. ഇത്രയൊക്കെയാണ് ആ ഒരു ഇതിൽ മാലയായിട്ടുള്ളതൊക്കെ തൂക്കിയിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഭിത്തിയിൽ കൂടെയൊക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. ഓരോന്നിനും ഒരുപാട് അടിയൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഉള്ള അടിക്കത്തൊക്കെ എല്ലാം ആണി അടിച്ച് അങ്ങനെയൊക്കെ തൂക്കിയിട്ടേക്കാണ് കേട്ടോ. ഭിത്തിയിൽ കൂടെയൊക്കെ തൂക്കിയിട്ടേക്കാണ്. ചീപ്പ്. പിന്നെ നമുക്ക് കശുവണ്ടി തൂക്കിയുള്ളത് കൊണ്ട്, അല്ലാതെ ഇങ്ങനെ ഓരോ കവറായിട്ട് പാക്ക് ചെയ്തത് കൊണ്ട് കേട്ടോ. പിന്നെ കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടെ ചേർന്ന് ഒരു ചെറിയ പാക്കിങ്ങും ഉണ്ട്. ഇതൊക്കെയാണ് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. പിന്നെ പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ആയിട്ടുള്ള ബ്രഷുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കടയിലെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. അപ്പം നമ്മൾ നടത്തിയത് ഒരു ചെറിയ ഷോർട്ട് ടൂറായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.